എല്ലായിടത്തും മരുന്നുണ്ട് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിൻ്റെ സ്ഥിരീകരണം. ഈ വാർത്ത വന്നതിന് ശേഷവും നമ്മൾ നിരവധി ആളുകളുടെ പ്രതികരണം കൊടുത്തതാണ്. മരുന്നില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട്, അത് അംഗീകരിക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറാകുന്നില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ആയിരിക്കും എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കഷ്ടമാണ് അഞ്ജിത. നമ്മൾ ഈ ആശുപത്രികളിലേക്കൊക്കെ എത്തുമ്പോൾ അവിടെ വരുന്ന ആളുകളുടെ കയ്യിൽ വളരെ പൈസ കുറഞ്ഞ ആളുകളൊക്കെ അല്ലേ ഈ സർക്കാർ ആശുപത്രികളിലൊക്കെ വരുന്നത്. അവിടെ വരുന്ന ആളുകളൊക്കെ ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങാൻ നിൽക്കുമ്പോൾ ഭൂരിഭാഗം മരുന്നും പുറത്തുനിന്ന് വാങ്ങേണ്ട അവസ്ഥയാണ്. പക്ഷേ മരുന്നില്ല എന്നുള്ളൊരു വസ്തുത പുറം ലോകത്തെ അറിയിക്കുമ്പോൾ ഈ ആളുകളുടെ പ്രതികരണം എടുത്ത് കൊടുക്കുമ്പോൾ പോലും ആരോഗ്യവകുപ്പും ആരോഗ്യമന്ത്രിയും ഒക്കെ കൃത്യമായി പറയുകയാണ് മരുന്നുണ്ട്, നിങ്ങൾ പറയുന്നതാണ് എന്നുള്ളത് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനാണ്. അപ്പോൾ ആ ഒരവസ്ഥയാണ്. ഈ വരുന്ന ആളുകളൊക്കെ വളരെ ബുദ്ധിമുട്ടി പുറത്തെ ആശുപത്രികളിലൊക്കെ പോയി, പുറത്തെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ പോയി വലിയ തുക കൊടുത്ത് മരുന്നൊക്കെ വാങ്ങേണ്ട അവസ്ഥയാണ്. ആൻറ്റിബയോട്ടിക്കിനൊക്കെ നല്ല പൈസയാണ്. ഇവരോട് പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിൽ ഇവന് എന്ത് ചെയ്യാനാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയുടെ ഫാർമസിക്ക് മുന്നിലാണ്. വലിയ ക്യൂ ഉണ്ട്. ഈ നിൽക്കുന്ന ആളുകൾ ഈ മരുന്ന് വാങ്ങി വരുന്നവരോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഒരു പകുതി മരുന്ന് പോലും കിട്ടുന്നില്ല, എല്ലാം പുറത്തുനിന്ന് വാങ്ങാനാണ് പറയുന്നത്. ഇവിടെ ഇല്ല എന്നുള്ള മറുപടിയാണ്. ചേച്ചി മരുന്ന് വാങ്ങിയോ? അത് വാങ്ങാൻ അവർക്കൊപ്പമുള്ള ആൾ വാങ്ങാൻ നിൽക്കുകയാണ്. അകത്ത് കയറി മരുന്ന് വാങ്ങി വന്നു. മരുന്ന് വാങ്ങിച്ചു. അവിടെ ചെന്നപ്പോൾ മരുന്നില്ല എന്ന് പറഞ്ഞു. മരുന്ന് കൊച്ചു കുട്ടിയൊക്കെ നമ്മളിവിടെ നിന്ന് ഇത്രയും ദൂരമൊക്കെ ഇറങ്ങി വന്നിട്ട് ഇവിടെ വരുമ്പോൾ മരുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ. ഞങ്ങളിവിടെ 6:30 ആയപ്പോൾ ഇവിടെ എത്തി. അപ്പം പറയുന്നത് വെളിയിൽ നിന്ന് വാങ്ങിച്ചാൽ മതിയെന്ന്. വെളിയിൽ നിന്ന് വാങ്ങിക്കാനുള്ള മരുന്ന് ഞങ്ങളിപ്പോൾ വെളിയിൽ ചെന്ന് വാങ്ങിച്ചിട്ട് വന്നു. അവിടെ ചെന്നാലും ഞങ്ങളെ നാട്ടിലോട്ട് നല്ല ഈ മരുന്ന് കിട്ടാനില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഞങ്ങൾ മരുന്നാണ് ചെവി കേൾവിക്കുറവുണ്ട്. അവിടെ നിന്ന് തന്നെ കുറച്ച് എന്നാൽ മരുന്ന് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ചേട്ടൻ ചെവിക്ക് മൂക്കിന് കഫക്കെട്ടിൻ്റെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ മാസം തോറും വരാനും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാ മാസവും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരുമ്പോൾ മരുന്നില്ല. എഴുതുന്ന ഒരു മരുന്നും ഇല്ലെന്ന് പറഞ്ഞു. ഇല്ല, ഒരു മരുന്നും കിട്ടിയില്ല. ഇവിടെ വന്നിട്ട് അവിടെ ചോദിച്ചു, അവിടെ ഒരു മരുന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വെളിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വെച്ചേക്കുന്ന മരുന്ന്. എത്ര രൂപയായി? ഒരുപാട് പൈസ. അത് മോനാണ് വാങ്ങിച്ചത് ആ മരുന്ന്. ഞങ്ങൾ വേറെ കൂലി വേലക്കാരാണ്. ഞങ്ങൾ ഇവിടെ വരുമ്പോൾ പാവങ്ങൾക്ക് മരുന്നില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് പിന്നെ അത് വെളിയിൽ നിന്നൊക്കെ കൊടുത്ത് ഇത്രയും പൈസ കൊടുത്തൊക്കെ വാങ്ങി പൈസ അത് തോനെയാവും. പൈസ പൊടിമക്കളല്ലേ. ഗൗരവമായ വിഷയം സംസാരിക്കുകയാണെന്ന് കരുതരുത്. ഈ മരുന്നില്ല എന്ന് നമ്മൾ നിരന്തരമായി ഇങ്ങനെ വാർത്ത കൊടുക്കുമ്പോഴൊക്കെ ആരോഗ്യമന്ത്രിയും ആരോഗ്യവകുപ്പൊക്കെ പറയുന്നത് ഇവിടെ ഇഷ്ടംപോലെ മരുന്നുണ്ട്, ഒരു പ്രശ്നവും ഇല്ലെന്നാണ്. ഇല്ല മരുന്നില്ല തന്നെ. ഞാൻ നെയ്യാർ ഡാമിൽ നിന്ന് വരെയാണ്. നെയ്യാർ ഡാമിൽ ആശുപത്രിയിൽ ചെന്നാൽ അവിടെ ഒരു ഗുളിക പോലും ഇല്ല. അവിടെ ഞാൻ അവിടെ പോകുമ്പോൾ പറയും നമ്മുടെ ഇരിക്കുന്നവർക്കൊന്നും മരുന്നില്ല, പിന്നെ എന്തിനാണ് അവിടെ പോകണമെന്നാണ് കേൾക്കണേ. ഈ വെളിയിൽ നിന്ന് കുറിച്ച് മരുന്നുകൾ മൊത്തം വെളിയിൽ നിന്ന് കുറിച്ച് തരാൻ പറയുമ്പോൾ പിന്നെ ആശുപത്രി എന്തിനാണ്? വെളിയിലുള്ള അതിൽ കൂടുതലും വെളിയിലുള്ള ആൾക്കാരെ തേടി പോകും. വെളിയിലുള്ള ഡോക്ടറെ കാണാൻ പോകും. അഞ്ജിത, ഇതിൽ കൂടുതൽ മറുപടി ആരോഗ്യമന്ത്രിക്ക് ആരോഗ്യവകുപ്പിന് വേറെ നൽകാനില്ല. ഇതാണ് മറുപടി. ഒരു പാവപ്പെട്ട സ്ത്രീയാണ് അവർ വന്നത്. ആമയുടെ വീട് നെയ്യാർ എന്നാണ് പറയുന്നത്. നെയ്യാറിന് നല്ല ദൂരം തിരുവനന്തപുരത്തു നിന്നുണ്ട്. ഇവിടെ ജനറൽ ആശുപത്രി അത്യാവശ്യം നല്ല ചികിത്സ കിട്ടും എന്ന് കരുതി അവിടുന്ന് ഇവിടെ വന്നതാണ്. ഇവിടെ വന്നപ്പോൾ കുറച്ച് മരുന്നൊക്കെ കുറിച്ച് കൊടുത്തു. ആ മരുന്ന് ഇവിടുത്തെ ഫാർമസിയിൽ ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പുറത്തുനിന്നും ആ മരുന്ന് വാങ്ങി മടങ്ങുന്ന ഒരാളെയാണ് നമ്മൾ ഇപ്പോൾ സംസാരിച്ച് പോയതിനിടയിൽ കണ്ടുപോയ ഒരാളാണ്. ഇനിയും മരുന്നുണ്ട്, എല്ലായിടത്തും മരുന്നുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാനാണെങ്കിൽ അങ്ങനെ പറഞ്ഞ് ആ അവകാശവാദവുമായി അങ്ങനെ മുന്നോട്ട് പോകാം. ആ ക്യൂ നിൽക്കുന്ന ആളുകളിൽ കുറച്ച് സമയം കൂടെയൊക്കെ വെയിറ്റ് ചെയ്താൽ ഈ ഒരു വാർത്തയ്ക്ക് വേണ്ടി എത്ര സമയം ഇങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ആ നിൽക്കുന്ന ആളുകളിൽ പലരും അവിടെ നിന്ന് മരുന്ന് വാങ്ങി ഇറങ്ങി വരുന്ന ആളുകളോട് വീണ്ടും അഭിപ്രായം ചോദിച്ചാൽ ഇതേ അഭിപ്രായം വീണ്ടും ആരോഗ്യമന്ത്രിക്ക് കേൾപ്പിച്ചു കൊടുക്കാം. ഈ മരുന്ന് പ്രശ്നം പരിഹരിക്കാനുള്ള എന്തെങ്കിലും നടപടിയെടുക്കാതെ തുടർച്ചയായി മരുന്നുണ്ട് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഇതുപോലെ നിരവധി ആളുകൾ ഇനിയും കഷ്ടപ്പെടും. അതിനാൽ തന്നെ ഈ പ്രശ്നമുണ്ട് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി ഈ പ്രശ്നം പരിഹരിക്കാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടാകണം എന്നുള്ളത് മാത്രമാണ് ഈ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി നമുക്ക് പറയാനുള്ളത്.